വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറുമുറ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് തക്കാളി മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും സാധാ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു മുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാ തക്കാളിയും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് അരിപ്പയിലൂടെ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ തൊലിയും കുരുവൊക്കെ ഇതുപോലെ വേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാനിതുപോലെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, സാധാ അരിപ്പൊടി തന്നെയാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് കടലമാവാണ്. ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കടലമാവ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒത്തിരി ഹാർഡായി പോവും. ഇനി ഒരല്പം കായപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ്. ഈ എള്ള് ചേർത്ത് കൊടുത്താൽ നമ്മത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും വേണ്ട രീതിയിലാവണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ ഒരു നീര് കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ശേഷം കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു പാകം കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കരുത്. ഞാൻ ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ജ്യൂസും കൂടി ഞാൻ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ 3 തക്കാളിയുടെ ജ്യൂസ് തന്നെ ഈ ഒരു പൊടിയിലേക്ക് പാകമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അഥവാ അത് ഒരുപാട് ഹാർഡാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ആക്കാർ പാകത്തിനാണ് ഉണ്ടായിരിക്കേണ്ടത്. ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മുറുക്കിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിന് പകരം വേറെ ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുഴച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുക, മുറുക്ക് തയ്യാറാക്കി തുടങ്ങാം. പിന്നെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തുറന്ന് വെക്കരുത്, അടച്ചു വെച്ച് കൊടുക്കണം. നമ്മളിതിൽ നിന്ന് ഓരോ പ്രാവശ്യം എടുത്തതിന് ശേഷം മാവ് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. ഇപ്പോൾ നമുക്ക് സേവനായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള അച്ചാണ് ഈ ഒരു മുറുക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സേവനായുടെ ഉൾഭാഗത്ത് ഒരല്പം ഓയിലൊന്നാക്കി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മുറുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ സ്റ്റൗവിൽ ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ പീസുകളാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്നുള്ളൂ. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഒരു ടൈമിൽ ഒരുപാടങ്ങ് പ്രസ് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ക്രിസ്പിയായി കിട്ടാനും ഫ്രൈ ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യുക, ഓരോ ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമ്മളിതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനും പാടില്ല. കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ക്രിസ്പി ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് വെന്തുകണോ അറിയാൻ വേണ്ടിയിട്ട് ചട്ടകം വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ഹാർഡായിട്ട് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഈ ഒരു കളറിലാവുമ്പോഴാണ് ഇത് കോരിയെടുക്കേണ്ടത്. ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്പി ആൻഡ് സ്പൈസി ആയിട്ടുള്ള തക്കാളി മുറുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.